welcome to my YouTube channel Speak to Learn. എൻ്റെ പേര് കർണി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ദിസ് ചാനൽ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈലന്റ് ലെറ്റേഴ്സിനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായി കുറച്ച് സെന്റൻസസ് നോക്കാം. Telling to meet us here. Can you say your name again? We talk on the phone every week. Speak quietly. This is a library. ഇപ്പോൾ ഈ 4 സെന്റൻസസ് പറഞ്ഞപ്പോഴും 4 സെന്റൻസസിലെയും വേർബ് ഡിഫറെൻ്റ് ആണ്. ഈ 4 വേർഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 2 വേർഡ്സ് നോക്കാം. സേ ആൻഡ് ടെൽ. ഈ 2 വേർഡിൻ്റെയും മീനിങ് പറയുക എന്നുള്ളതാണ്. സേ പാസ്റ്റ് ടെൻസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എന്നാവും. ടെൽ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ told. Say, said. Tell, told. Say എന്ന വേർഡിന്റെ മീനിങ് ടു എക്സ്പ്രസ് സംതിങ് യൂസിങ് വേർഡ്സ് എന്നാണ്. അതായത് വാക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുക, ഒരാളെ കൺവേ ചെയ്യിക്കുക. ടെല്ലിന്റെ മീനിങ്ങും പറയുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇറ്റ് ഈസ് മോർ ഗിവിങ് ഇൻഫർമേഷൻ ടു എ പേഴ്സൺ. ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെയാണ്. അത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യും. അതാണ് സെയിം ടെല്ലും തമ്മിലുള്ള ഒരു വ്യത്യാസം. സെയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല അത് ആരോടാണെന്നുള്ളത്. പക്ഷേ ടെല്ലിന് സഫിക്സ് ആയിട്ട് എപ്പോഴും അതിന് ശേഷം ആരോടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യും. Now look at some examples. He told me to do it. He said that. ഫസ്റ്റ് സെന്റൻസിൽ നോക്കിയാൽ കാണാം he told me, അവൻ എന്നോട് പറഞ്ഞു. ബട്ട് സെക്കൻഡ് സെന്റൻസിലെ he said that, അത് ആരോട് പറഞ്ഞു എന്നുള്ളത് അതിനകത്ത് പറയുന്നില്ല. said that പറഞ്ഞു, അത്ര മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. Now look at this question. Where are they going? അവർ എവിടെയാണ് പോകുന്നത്? And we can answer like this. They didn't say. They didn't say. അവർ പറഞ്ഞില്ല. അത് ആരോട് പറഞ്ഞില്ല എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ പറയുവാണെങ്കിൽ they didn't tell me. They didn't tell me. അവർ എന്നോട് അത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞില്ല എന്നുള്ളത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. Now some other examples. Say hi to Devika for me. Tell her I said hi. First sentenceലെ say hi to Devika, അത് ആരോടാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ പ്രത്യേകം to എന്ന preposition യൂസ് ചെയ്യണം. ബട്ട് സെക്കൻഡ് സെന്റൻസിലെ tell her, അവളോട് പറയൂ എന്നുള്ളത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. I said hi, ഞാൻ ഹായ് പറഞ്ഞു എന്നുള്ളത്. അപ്പോഴും നമ്മൾ പിന്നീട് സെഡിന് സഫിക്സ് ആയിട്ട് അതിന് തൊട്ട് ഒരിക്കലും ആരോടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. Then look at some other examples. I want to say something about our teacher. I want to tell you something about our teacher. ഫസ്റ്റ് സെന്റൻസിലെ ആരോടാണ് പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് സെന്റൻസിലെ അത് പറയുന്നുണ്ട്. ഐ വോണ്ട് ടു ടെൽ യു, എനിക്ക് നിന്നോട് പറയണം എന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഐ സെഡ് ദാറ്റ് their new house is beautiful. I told them that their new house is beautiful. Did he say how it happened? Did he tell you how it happened? I said that I would meet him on Sunday. I told him that I would meet him on Sunday. അപ്പോൾ ഇത്രയും പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ സേ പറയുമ്പോൾ നമ്മൾ അത് ആരോട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നില്ല. ടെൽ എന്നുള്ളത് ആരോട് പറയുന്നു എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നു. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സേ ആൻഡ് ടെൽ. ഇനി നമുക്ക് അവസാനത്തെ 2 വേർഡ്സ് നോക്കാം. സ്പീക്ക് ആൻഡ് ടോക്ക്. ഈ 2 വേർഡ്സിനും സംസാരിക്കുക എന്നുള്ളൊരു മീനിങ് ആണുള്ളത്. ഇത് സിനോണിംസ് ആണ്. ഇന്റർചേഞ്ചബിളി നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഈ 2 വേർഡ്സും തമ്മിലുള്ളൂ. സ്പീക്ക് കുറച്ചും കൂടെ ഫോമൽ ആണ്, കുറച്ചും കൂടെ ജനറൽ ടോപ്പിക്കിനാണ് നമ്മൾ സ്പീക്ക് യൂസ് ചെയ്യുന്നത്. ടോക്ക് അതേസമയം കുറച്ചുകൂടെ കാഷ്വൽ ആണ്, കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. എന്താണ് പറയുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ സ്പെസിഫിക് ആവുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ടോക്ക് എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. സ്പീക്ക് ഒരു ഇറഗുലർ വേർബാണ്. അതുകൊണ്ട് തന്നെ ഇ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാൻ പറ്റില്ല. സ്പോക്ക് എന്നാണ് അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം.
ബട്ട് ടോക്ക് അതേസമയം റെഗുലർ വേർബാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇടി യൂസ് ചെയ്തിട്ട് അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാൻ പറ്റും. ടോക്ഡ്. സോ സ്പീക്ക്, സ്പോക്ക്. Talk, talked. Now let's see these questions. Can I speak with you? ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരിക്കുക എന്നുള്ള പേർപ്പസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സുപ്പീരിയേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോടോ ഒക്കെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കണം. അപ്പോൾ അതിന് പെർമിഷൻ ചോദിക്കാനായിട്ട് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ നമുക്കിത് യൂസ് ചെയ്യാം. Can I speak with you? Can I talk with you? ഇത് കുറച്ചുകൂടെ കാഷ്വൽ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനടുത്തോ റിലേറ്റീവ്സിനടുത്തോ ഫാമിലിയിലോ ഒക്കെ നമുക്കിന്ന് ചോദിക്കാം, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന്. Can I talk with you? Can we talk about your brother? ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. എന്താണ് സംസാരിക്കുന്നത് സ്പെസിഫിക് ആണ്. നിന്റെ ബ്രദറിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോൾ Can we talk about your brother? നിന്റെ ബ്രദറിനെ പറ്റി നമുക്കിപ്പോൾ സംസാരിക്കാമോ എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ടോക്കും സ്പീക്കും നമ്മൾ സെന്റൻസസിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. We can talk to someone, we can talk with someone, we can talk about something. We can speak to someone, we can speak with someone, and speak about something. ഈ രണ്ടിലും ഒരേപോലെയാണ്. നമുക്ക് ഒരാളോട് സംസാരിക്കാം, to someone. നമുക്ക് ഒരാളുമായി സംസാരിക്കാം, with someone. നമുക്കൊരു കാര്യത്തെ പറ്റി സംസാരിക്കാം, about something. സോ ഈ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസസിൽ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. Now look at some examples. സ്പീക്ക് എന്ന വേർഡ് ലാംഗ്വേജസിനെ പറ്റി സംസാരിക്കുമ്പോൾ സ്പീക്ക് എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. When we talk about languages, we use speak. For example, they speak English. അവർ ഇംഗ്ലീഷ് സംസാരിക്കും. They talk English. അത് തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആണ്. They talk in English. അത് കറക്റ്റ് ആണ്. ഫസ്റ്റ് സെന്റൻസ് they speak English. അവർ ഇംഗ്ലീഷ് സംസാരിക്കും. They talk in English. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഇനി നമ്മളോട് ചോദിക്കാണ് ക്വസ്റ്റ്യൻ ആയിട്ട്, how many languages do you speak? How many languages do you speak? How many languages do you speak in? അത് തെറ്റാണ്. നിങ്ങൾ എത്ര ഭാഷ സംസാരിക്കും? Do you speak? അപ്പോൾ ഞാൻ പറയുകയാണ്, I speak 3 languages. ഞാൻ 3 ഭാഷകൾ സംസാരിക്കും. But I talk in മലയാളം. ഞാൻ 3 ഭാഷകൾ സംസാരിക്കും. I speak English, I speak Malayalam, and a little bit of Tamil. But I talk in Malayalam. പക്ഷെ ഞാൻ മലയാളത്തിൽ സംസാരിക്കും. So I hope you understand the difference between speak and talk. സ്പീക്കിന് ശേഷം നമ്മൾ ഇൻ യൂസ് ചെയ്യില്ല. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അതൊരു റോങ് യൂസേജ് ആണ്. സ്പീക്ക് ഇംഗ്ലീഷ് അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, I spoke with your manager yesterday. ഇത് തന്നെ നമുക്ക് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്തിട്ട് പറയാം. I talked with your manager yesterday. I talked with your manager yesterday. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ 4 വേർഡ്സ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ബൈ. Stay home, stay safe.